മഴത്തോരു മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അലീനയും പപ്പയും വളരെ കാര്യമായി തന്നെ സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. അലീനയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പപ്പയോട് എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് അവൾക്ക് പോലും അറിയില്ല. തന്നോട് കൃഷ്ണമോള് വിളിച്ച് പറഞ്ഞപ്പോൾ മുതൽ തനിക്ക് ആരിൽ നിന്നാണ് മറുപടി ലഭിക്കേണ്ടതെന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ആൻസിയോട് തൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആൻസി തന്നെയാണ് ഒരു മറുവഴിയായി പറഞ്ഞു കൊടുത്തത് പപ്പയോട് അഭിപ്രായം ചോദിക്കാൻ. ആരോട് അഭിപ്രായം ചോദിച്ചാലും അലീനയിലൊരു വ്യക്തമായ മറുപടി ഉണ്ടെങ്കിലും അവൾ എന്തിനെന്നറിയാതെ എല്ലാവരോടും അങ്ങനെ ചോദിച്ചു തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ പപ്പയ്ക്കരികിൽ അവൾ പപ്പയുടെ കൈ കോർത്ത് പിടിച്ച് തന്നെ ഇരിക്കുന്നുണ്ട്. സ്റ്റാൻലി അവളോടായി ചോദിക്കുകയാണ്, എന്താ മോളെ, ഞാൻ വന്നപ്പോൾ തുടങ്ങി ഈ ഇരിപ്പ് തുടങ്ങിയതാണല്ലോ, നീ എന്തിനാ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, എന്താ നിനക്ക് പറയാനുള്ളത്? അത് പിന്നെ പപ്പ, എന്താന്ന് വെച്ചാലേ എന്നെ ഇന്ന് കൃഷ്ണമോള് വിളിച്ചിരുന്നു. അപ്പോൾ തുടങ്ങി ഞാൻ ആകെ ഒരു മൂഡ് ഓഫിലാണ് പപ്പ. എന്താ അവൾ വിളിച്ചത്? അവൾ വിളിച്ചപ്പോൾ ഇത്ര മൂഡ് ഓഫ് ആവാൻ മാത്രം എന്താ നിൻ്റെ പ്രശ്നം? അത് പപ്പ, അവിടെ അമ്മ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ വാശി പിടിച്ചു അത്രേ. അപ്പോൾ കൃഷ്ണമോള് എന്നെ വിളിച്ചു കൊടുക്കാനായി തയ്യാറായി. അത് കണ്ടുവന്ന ബബിത വല്ലാതെ പ്രശ്നം ഉണ്ടാക്കിയെന്ന്. ഒരിക്കലും എന്നെ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് കൊടുക്കുകയോ അമ്മയ്ക്ക് അങ്ങനെ ഒരു സമാധാനം ഉണ്ടാക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ബബിത വല്ലാത്ത പ്രശ്നമാക്കിയിരുന്നു. അപ്പോൾ കൃഷ്ണമോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നത് എന്നോട് എന്തെങ്കിലും ചെയ്യണമെന്ന്, അതായത് അമ്മയെ ഒന്ന് വിളിച്ച് സംസാരിക്കണം എന്നൊക്കെയാണ് കൃഷ്ണമോൾ പറയുന്നത്. ഞാൻ എന്താ പപ്പ വേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആരെയൊക്കെയാണ് തള്ളിക്കളയേണ്ടത്? ഞാൻ ആരെയാണ് സ്വീകരിക്കേണ്ടത്? അയ്യയ്യേ, ഞാൻ വിചാരിച്ചത് എൻ്റെ മോള് നല്ലൊരു ബുദ്ധിമതിയാണെന്നും എല്ലാ കാര്യത്തിനും വ്യക്തമായൊരു ധാരണ നിനക്കുണ്ടെന്നുമൊക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ എല്ലാം നീ താളം തെറ്റിച്ച് കളഞ്ഞല്ലോ. അലീന അതിശയത്തോടു കൂടി തന്നെ തൻ്റെ പപ്പയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പപ്പ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അലീന പപ്പയോടത് ചോദിക്കുന്നുമുണ്ട്. അതെന്താ പപ്പ അങ്ങനെ? എടി മണ്ടി, നിനക്ക് ഇതെന്തിനാ നീ എല്ലാവരോടും ചോദിച്ചറിഞ്ഞ് നടക്കുന്നേ? നിനക്ക് തന്നെ അറിയാലോ, നീ നിൻ്റെ അമ്മയെ വിളിക്കുന്നതും അമ്മയോട് സംസാരിക്കുന്നതും നിൻ്റെ പ്രിയപ്പെട്ട അച്ഛനിഷ്ടമല്ലെന്ന്. പിന്നെ എന്ത് കാര്യത്തിനാണ് നീ എല്ലാവരോടും ഇത് ചോദിച്ച് നടക്കുന്നത്? അതുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? അലീന പപ്പയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ്. പപ്പ പറഞ്ഞത് സത്യം തന്നെയാണ്. തൻ്റെ മനസ്സിലും അത് വ്യക്തമായി തന്നെയുണ്ട്. പക്ഷെ എങ്കിലും താനത് ചെയ്യുന്നത് തന്നെ സത്യമാണോ എന്നറിയാനാണ് അവൾ എല്ലാവരോടും ഇത് ചോദിച്ച് നടക്കുന്നത്. അലീന പപ്പയോടായി പറഞ്ഞു, പപ്പ, അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ തന്നെ ശരിയാണെന്ന് ആണോ പപ്പയും പറയുന്നത്? എൻ്റെ മോളെ, ഇതെല്ലാം ശരിയാടാ, ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല. നീ ടെൻഷൻ അടിക്കാതെ ഇരുന്നോ. നിൻ്റെ മനസ്സിലിപ്പോൾ നീ ചിന്തിക്കുന്നത് തന്നെയാണ് ശരി. നീ നിൻ്റെ അച്ഛൻ്റെ വാക്ക് മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യണ്ട. അമ്മ ഇന്നലെ വന്ന ആളാണ്, അതിനു മുമ്പ് വന്ന ആൾ അച്ഛൻ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അതാണ് മോളെ ശരി. അങ്ങനെ അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു സമാധാനം തോന്നുകയാണ്. അവൾ ചിന്തിക്കുന്നതൊക്കെ സത്യം തന്നെയാണല്ലോ എന്ന്. തൻ്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം വിടർന്നു. അത് തൻ്റെ മനസ്സിൻ്റെ സമാധാനമാണ്. അത് പപ്പ മനസ്സിലാക്കുകയും ചെയ്തു. ഞാൻ കയറി വന്നപ്പോൾ ഒരു ചിരി പാസ്സാക്കിയെങ്കിലും മനസ്സാകെ നേറിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കാണുന്ന മുഖത്ത് നല്ല വിടർന്ന ഒരു വെട്ടം വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെയാണ് ആൻസി അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. ആൻസിയുടെ കയ്യിലുണ്ടായ ജ്യൂസ് രണ്ടാൾക്കും കൊടുത്തുകൊണ്ട് ആൻസി ചോദിക്കുന്നുണ്ട്, എന്തായി, തൻ്റെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടിയോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ആൻറ്റി, ഞാൻ ആൻറ്റിയോട് പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ പപ്പയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കൃഷ്ണമോൾ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ടെന്നും എൻ്റെ അച്ഛൻ പറയുന്നത് തന്നെയാണ് ശരിയെന്നും.
ഇപ്പോൾ എനിക്കൊരാശ്വാസം കിട്ടുന്നുണ്ട്. ഓ, എന്തെങ്കിലും ആവട്ടെ, ആശ്വാസം കിട്ടിയല്ലോ, അത് മതി. അവർ വീട്ടിലെ കുശല സംസാരങ്ങൾക്കൊക്കെ ശേഷം അലീനയുടെ ഫോണിലേക്ക് രേവതിക്കുട്ടിയുടെ കോള് വരുന്നുണ്ട്. രേവതിക്കുട്ടിയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അലീന ഫോണുമായി തൻ്റെ റൂമിലേക്ക് നടക്കുകയാണ്. രേവതിക്കുട്ടിയുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മോളെ, നീ എന്താ ഇന്നലെ എന്നെ വിളിക്കാതിരുന്നേ? ചേച്ചി എക്സാമൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ചേച്ചി വിളിക്കാതിരുന്നേ. പിന്നെ 2 ദിവസം ആയപ്പോഴേക്കും വല്ലാത്തൊരു സമാധാനക്കേട്. പഠിക്കാനിരിക്കുമ്പോൾ ഒക്കെ ചേച്ചിയുടെ മുഖം മനസ്സിലേക്ക് വരുന്നത്. അതാ പെട്ടെന്ന് വിളിച്ചത്. പിന്നെ അതുമാത്രമല്ല കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, പിന്നെന്താ? എന്നെ കഴിഞ്ഞ വട്ടം വിളിച്ചപ്പോഴല്ലേ ചേച്ചി എന്നോട് പറഞ്ഞത് എൻ്റെ നമ്പർ ചോദിച്ചു എന്ന്? ആര്? രോഹിത്ത്. ഓ ശരിയാ, നീയപ്പോൾ കൊടുത്തോളാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഞാൻ കൊടുക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് പിറ്റേ ദിവസം രോഹിത്ത് എനിക്കൊരു ഹായ് അയച്ചിരുന്നു. അപ്പോൾ DPയും പേരും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആളെ മനസ്സിലായി. ഞാനും തിരിച്ച് ഹായ് ഒക്കെ അയച്ചു. അന്നത്തെ ദിവസം 1-2 പറഞ്ഞ് ഞങ്ങൾ ആ ചാറ്റ് അവസാനിപ്പിച്ചു. പിന്നെ ഇന്നലെ സഡൻലി എന്നെ പെട്ടെന്നൊരു സമയത്ത് മെസ്സേജൊന്നും ചെയ്യാതെ തന്നെ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയം സംസാരിച്ചു ചേച്ചി. ആദ്യമൊക്കെ എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു, എന്താ പറയേണ്ടത് എന്നൊക്കെ. പിന്നെ ആൾ നല്ല രീതിക്കാണ് സംസാരിച്ചത്. എന്നോട് കോളേജിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പഠിക്കാനൊക്കെ ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ചു. ഒരുപാട് സമയം വേസ്റ്റാക്കി കളഞ്ഞതിന് ശേഷം ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടും നന്നായി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ചേച്ചി. എനിക്കപ്പോൾ ചേച്ചിയോട് പറയാതെ ഒരു സമാധാനമില്ല. അതെയോ? എന്നെ അവൻ ഒരു 3-4 ദിവസം കൂടുമ്പോഴൊക്കെയാണ് വിളിക്കാറ്. ഇനി എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ പറയുമായിരിക്കും നിന്നോട് സംസാരിച്ച കാര്യമൊക്കെ. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു നിൻ്റെ അടുത്ത്? ഞാനും തിരിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട് ക്ലാസ്, അവിടുത്തെ ഫ്രണ്ട്ഷിപ്പൊക്കെ എങ്ങനെയുണ്ട്, നല്ല കൂട്ടുകാരെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾക്ക് എന്തോ ഞാൻ അങ്ങനെ ആളെ അധിക്ഷേപിച്ച പോലെയോ അങ്ങനെ തോന്നിയിട്ടാണോ എന്നറിയില്ല, എന്നോട് പറയുക ഞാനിനി ഏത് കൂട്ടുകെട്ടി പോയാലും പഴയ രോഹിത്ത് ആവില്ലെന്നൊക്കെ. എനിക്കത് കേട്ടപ്പോൾ വിഷമം തോന്നി ചേച്ചി. ആളാകെ മാറിപ്പോയി കേട്ടോ. നിങ്ങളുടെയൊക്കെ ആ ഒരു സ്വഭാവം ഇപ്പോൾ രോഹിത്തിൽ വന്ന പോലെ എനിക്ക് തോന്നി. അതെന്താടി നിങ്ങളുടെയൊക്കെ എന്ന് പറയുന്നേ? അങ്ങനെയല്ല ചേച്ചി, ചേച്ചിയുടെയും കൃഷ്ണമോളുടെയും ഒക്കെ. പിന്നെ ബബിതയെ എനിക്കിപ്പോഴും പൂർണ്ണമായിട്ടും അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏയ്, ഇപ്പോൾ അവൾ ഓക്കെ ആടി, അങ്ങനെയൊന്നുമില്ല. ആയിക്കോട്ടെ, ചേച്ചി പറഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്. പിന്നെ എന്നോട് ഇന്നലെ രോഹിത്ത് മറ്റൊരു കാര്യം പറഞ്ഞു ചേച്ചി. അത് ഇന്നലെ തന്നെ ചേച്ചിയെ വിളിച്ച് അതൊന്ന് പറയണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാ. പിന്നെ ഞാനതങ്ങ് വിട്ടുപോയി. അതെന്താടി അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യം? ഇങ്ങനെ ഞങ്ങൾ ഇന്നലെ ഒരുപാട് സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിനിടയ്ക്ക് ശരണ്യയുടെ എന്തോ കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ അടുത്ത് രോഹിത്ത് പറയുക ശരണ്യയെ കാണാനായിട്ട് കോളേജിൽ പോയിരുന്നു എന്ന്. അതെയോ? അയ്യോ, ഇത്ര വലിയ സംഭവം നടന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞു ചേച്ചി. എന്നോട് എന്നിട്ട് രോഹിത്ത് പറയുക അവന് മറ്റൊരു പെങ്ങളായിട്ട് മാത്രമേ ഇനി ശരണ്യയെ കാണാൻ കഴിയുള്ളൂ എന്നും അവന് ഏത് സമയത്തും ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് ഇനി ശരണ്യയ്ക്കൊപ്പം അവനുണ്ടാവും എന്നൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമം തോന്നിയിട്ടോ. അവന് ശരിക്കും നല്ല കുറ്റബോധമുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ എന്ത് ചെയ്യാനാ, എല്ലാം സംഭവിച്ചു പോയില്ലേ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലല്ലോ. എന്നോടൊരു ദിവസം ശരണ്യയെ വിളിച്ചോട്ടെ സംസാരിച്ചോട്ടെ എന്നൊക്കെ രോഹിത്ത് ചോദിച്ചിരുന്നതാ. പിന്നെ ഞാനും അന്ന് നമ്പറൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ അവർ തമ്മിൽ വിളിച്ച കാര്യമൊന്നും എന്നോട് ശരണ്യയോ രോഹിത്തോ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു മോളെ. നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്തായാലും രോഹിത്തിനെ എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ ഇതെല്ലാം പറയുമായിരിക്കും. എന്നോടിപ്പോൾ എല്ലാ കാര്യങ്ങളും അവൻ പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും അവൻ വിളിക്കട്ടെ, അപ്പോൾ ഇനി ചോദിക്കാം. നീ പറഞ്ഞറിഞ്ഞു എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ വിളിച്ചൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല.
ചേച്ചി എന്തായാലും ഓക്കെ അല്ലേ? ഞാൻ ചേച്ചിയുടെ വിശേഷം ചോദിക്കാൻ മറന്നുപോയി. ഓ, ഞാൻ ഓക്കെയാണ് മോളെ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എങ്കിലും സംസാരത്തിൽ എന്തോ എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ലടി. പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ക്ലാരിറ്റി ആയി കഴിഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്തായാലും എന്നോട് പറഞ്ഞേ പറ്റൂ. അത് മോളെ പ്രത്യേകിച്ചൊന്നല്ലടാ. കഴിഞ്ഞ ദിവസേ കൃഷ്ണമോൾ എന്നെ വിളിച്ചിരുന്നു. കൃഷ്ണമോൾ വിളിച്ചിട്ട് അമ്മയ്ക്ക് എന്നോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളോട് റിക്വസ്റ്റ് ചെയ്തു പോലും. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണമോൾ എന്നെ വിളിച്ചതേ. പക്ഷേ ബബിത അതിനൊട്ടും സമ്മതിച്ചില്ല. ആ, അതെന്തായാലും കലക്കി. ഇപ്പം എനിക്ക് ബബിതയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ വല്ലാതെ പശ്ചാത്താപം തോന്നി ചേച്ചിയെ വിളിച്ച് ചേച്ചിയോട് കൂടി സംസാരിച്ച് അങ്ങനെ ഒരു ഫാമിലി ഫുള്ളാക്കിയെടുക്കാമെന്ന് ആ വൈജയന്തി മേഡം അങ്ങനെ വിചാരിക്കണ്ട. എന്താ പെട്ടെന്നൊരു ദിവസം കുറ്റബോധം തോന്നി? എന്തൊക്കെ നാടകം ഇനി കാണേണ്ടത്? എന്തിനാണെന്നൊക്കെ ആർക്കറിയാം. ചേച്ചി അവിടെ വിളിച്ചു വരുത്തി വല്ല ഗ്യാസ് പൊട്ടിത്തെറിച്ചോ അല്ലെങ്കിൽ ചേച്ചിയെ വല്ല സ്റ്റെപ്പിൽ നിന്ന് ഉന്തിയിടുകയോ അങ്ങനെയൊക്കെ ചെയ്യാനായിരിക്കും. എൻ്റെ പൊന്ന് രേവതിക്കുട്ടി, നീ ഇതെന്തൊക്കെ പറയുന്നേ? നീ ഇപ്പം എന്തിനാ പഠിക്കുന്നതെന്ന്? എനിക്ക് വയ്യ. എത്ര പെട്ടെന്നാണ് നീ ഒരേ കഥകളിങ്ങനെ ഉണ്ടാക്കി പറയുന്നേ. നന്നായി. അങ്ങനെയൊന്നുമില്ലടി. അങ്ങനെയൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴേ ചെയ്യായിരുന്നു. അതെന്തിനാ എപ്പോഴേ ചെയ്യായിരുന്നു? പലപ്പോഴും ശ്രമിച്ചതല്ലേ. ദൈവം അവരെ കൂടെ ഇല്ലാത്തതുകൊണ്ടല്ലേ. ദൈവത്തിന് എപ്പോഴും ദുഷ്ടതരത്തിന് കൂട്ടു നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ. രേവതിക്കുട്ടിയുടെ വാക്കുകൾ കേട്ടിട്ട് അലീനയ്ക്ക് പോലും ചിരിയാണ് വരുന്നത്. രേവതിക്കുട്ടി വീണ്ടും അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി അവരെ വിളിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ചേച്ചിക്ക് ഇപ്പോൾ ഉള്ള സമാധാനം കൂടി അങ്ങ് ഇല്ലാണ്ടായി കിട്ടും. അവരെ വിളിച്ച് അവരോട് ലോഹ്യം കൂടി കഴിയുമ്പോൾ. എന്തിനാ ചേച്ചി വെറുതെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇല്ല മോളെ, ഇല്ലടി. ഞാൻ ആരെയും വിളിക്കേ സംസാരിക്കേ ഒന്നും ചെയ്യുന്നില്ല. അവരെന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. എന്തായാലും അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഇനി കാര്യങ്ങൾ ഞാനും മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അച്ഛന് ഞാൻ അവരോട് സംസാരിക്കുന്നത് താല്പര്യമില്ലല്ലോ. അപ്പോൾ വേണ്ട, അമ്മയുടെ കാര്യം നോക്കി അവിടെ നടക്കട്ടെ. ഇപ്പോൾ ബാങ്കിലൊക്കെ പോകുന്നുണ്ട്. ഏകദേശം ഒരു സമാധാനപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അച്ഛൻ ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ ബബിതയും അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല. പിന്നെ ഇതിനിടയിൽ ബബിതയുടെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ പ്രശ്നമല്ലടാ, ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ പിന്നെ അതൊക്കെ നിന്നോട് പറയാനായിട്ട് വിട്ടുപോയതാ. അതെന്താ ചേച്ചി അത്ര വലിയൊരു പ്രശ്നം? അത് ആ ബബിതയും അമിലും തമ്മിലുള്ള റിലേഷൻ, അത് ബബിതയായിട്ട് തന്നെ വേണ്ടാന്ന് വെച്ചു. ആ അതെയോ? എന്നിട്ട് അത് അങ്ങനെ വേണ്ടാന്ന് വെച്ചപ്പോൾ അവന് വല്ലാത്ത ദേഷ്യവും അരിശമൊക്കെ കയറി. അവർ തമ്മിലുള്ള ചാറ്റും ഫോട്ടോസോ എന്തൊക്കെയോ വീഡിയോസോ ഒക്കെ ലീക്കാക്കും, എന്തെങ്കിലും സോഷ്യൽ മീഡിയാസിൽ അപ്ലോഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത ഇഷ്യൂ ഒക്കെ ആക്കി. അയ്യോ, അത് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ. എന്നിട്ടെന്താ, എന്നെ വിളിച്ച് ബബിത സംസാരിച്ചു. ബബിത എന്നോട് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി. ലാസ്റ്റ് പപ്പയാണ് അതിനൊരു തീർപ്പുണ്ടാക്കി തന്നത്. ആര്? ചേച്ചിയുടെ പപ്പയോ? അതെ. എങ്ങനെ? അതൊരു വലിയ കഥ തന്നെയാണ്. പപ്പ ഭയങ്കര ഒരു ട്വിസ്റ്റാണ് അതിലുണ്ടാക്കിയത്. ഞങ്ങളോട് ആരോടും പറയാതെ അമലിൻ്റെ വീട്ടിൽ പോയി അമലിൻ്റെ അച്ഛനോടും അമ്മനോടും സംസാരിച്ചു. അമലിൻ്റെ റൂം പരിശോധിച്ചു. ഇവർ തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടുള്ള പെൻഡ്രൈവും CDസും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പപ്പ അവൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോന്നു. പിറ്റേ ദിവസം ബബിത ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ കാണേണ്ട ഒരു സ്പോട്ടിനെ പറ്റിയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ടിലേക്ക് വരാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ബബിതയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളും പോയിരുന്നു. അവിടേക്ക് ചെന്നപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ആകെ മനസ്സിലാവുന്നത്. പപ്പ ഇവൻ്റെ വീട്ടിൽ പോയതും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നതും അവൻ്റെ അച്ഛനോടും അമ്മനോടും പപ്പ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ പോയ അതേ സ്പോട്ടിലേക്ക് പപ്പ അവരെയും വരുത്തുകയൊക്കെ ചെയ്തു.
പപ്പ വല്ലാത്തൊരു ഓപ്പറേഷനായിട്ടാണ് ഇതൊക്കെ നടത്തി കൂട്ടിയത്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സമാധാനം. അന്ന് അനുഭവിച്ചു കൂട്ടിയ ഒരു ടെൻഷൻ ഞാൻ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ല എൻ്റെ മോളെ. ദേ രേവതിക്കുട്ടി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാട്ടോ. വേണ്ടാത്ത ഒരു പരിപാടിക്കും നിന്നേക്കല്ലേ. ഒരു ആൺകൊച്ചുങ്ങളായിട്ടും ഒരു കണക്ഷനും വേണ്ട, ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും വേണ്ട. നിന്നെ എനിക്കറിയാം, എങ്കിലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ മോശമാണ് മോളെ. അവരെ ചിന്താഗതിയൊക്കെ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ചേച്ചി പറഞ്ഞത്. ചില കുട്ടികൾ ഞാൻ പിന്നെ കോളേജിലൊക്കെ പോയി, പിന്നെ ഞാനിത്തിരി സുന്ദരിയൊക്കെ ആയതുകൊണ്ടേ കുറേ പേരെന്നെ നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആരെയും ഇതുവരെ നോക്കിയിട്ടൊന്നുമില്ല. ഇനിയിപ്പം നോക്കിക്കൂടാന്നൊന്നുമില്ല. ദേ രേവതിക്കുട്ടി, വേഷം കെട്ടെങ്ങാനും എടുക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിലേ ഞാനേ മാമച്ചനങ്കലിനെ വിളിച്ച് പറഞ്ഞിട്ട് നിൻ്റെ കോളേജിൽ പോക്ക് അങ്ങ് മുടക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു കോന്തനെ കണ്ടുപിടിച്ചിട്ടേ നിന്നെ അങ്ങ് കെട്ടിച്ചു വിടും. പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ ഏതെങ്കിലും ഒരു കോന്തനെ പിടിച്ച് കെട്ടിച്ചു വിടും പോലും ഞാനേ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ചെടുത്തിട്ടേ ഇനി കെട്ടത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ കെട്ടാനൊന്നും ഉദ്ദേശിച്ചിട്ടുമില്ല. മനുവേട്ടൻ്റെയും അലീനേച്ചിയുടെയും കല്യാണമൊക്കെ കണ്ടിട്ട്, നിങ്ങളെ ലൈഫൊക്കെ കണ്ടിട്ട് അങ്ങനെ കെട്ടാനൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ പറയാന്നേ. അപ്പം നിങ്ങൾ ഇതുപോലെ നല്ല മനുവേട്ടനെ പോലെ നല്ല സ്നേഹമുള്ള ഒരു പയ്യനെ എനിക്ക് വേണ്ടി അങ്ങ് റെഡിയാക്കി തന്നാൽ മതി. അയ്യടി, എന്താ അവളുടെ ഒരു ആഗ്രഹങ്ങൾ. അലീന അത് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയെ കളിയാക്കുന്നുണ്ട്. എന്തായാലും എക്സാം ആണെന്നൊക്കെയല്ലേ പറഞ്ഞത്. നീ പോയിരുന്ന് പഠിക്കാൻ നോക്ക്, പിന്നെ വിളിച്ചാൽ മതി. ഇവിടെ എന്തായാലും ഇപ്പോൾ നല്ല വിശേഷമാണ് മോളെ. നീ എന്നെക്കുറിച്ച് ആലോചിച്ച് ഒരു ടെൻഷനും അടിക്കണ്ട കേട്ടോ. ചേച്ചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീനയുടെ മനസ്സിൽ അപ്പോഴും അമ്മയെക്കുറിച്ചുള്ളൊരു ചിന്ത കിടപ്പുണ്ടായിരുന്നു. അത് കൃഷ്ണമോളെ വിളിച്ച് പറഞ്ഞ് ഒന്ന് ക്ലിയർ ആക്കണമെന്ന് അലീനയ്ക്ക് മനസ്സുകൊണ്ട് തോന്നുകയാണ്. അലീന ഉടനെ തന്നെ ഫോണെടുത്ത് കൃഷ്ണമോളെ വിളിക്കുന്നുണ്ട്. കൃഷ്ണമോളെ വിളിക്കുമ്പോൾ കൃഷ്ണമോളും ബബിതയും ഇപ്പോൾ ഒരേ റൂമിൽ ഒരുമിച്ചാണ് കിടക്കുന്നതൊക്കെ. അപ്പോൾ കൃഷ്ണമോൾ ചേച്ചിയുടെ ഫോണാണല്ലോ, എന്താണാവോ ഈ സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. നീ എന്തായാലും കോൾ കട്ട് ചെയ്തിട്ട് അത് വീഡിയോ കോളാക്കി വിളിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ കൃഷ്ണമോൾ അതേപോലെ തന്നെ ചേച്ചിയുടെ കോൾ കട്ട് ചെയ്തിട്ട് ചേച്ചിയെ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുക, ഞാൻ വിചാരിച്ചു നീ കോള് കട്ട് ചെയ്തപ്പോഴേ എന്തിനാണാവോ കോള് കട്ട് ചെയ്യുന്നതെന്ന്. വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? ചേച്ചിയുടെ കോള് വന്നപ്പോഴേ ബബിതേച്ചി പറയുമായിരുന്നു അത് കട്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ കോൾ വിളിക്കാം, അപ്പോൾ ചേച്ചിയെ കണ്ട് സംസാരിക്കാമല്ലോ എന്ന്. ആണോ? നിങ്ങൾ രണ്ടാളും എന്തെടുക്കുക? ഞങ്ങൾ ചുമ്മാ ഇവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു, പിന്നെ ഇടയ്ക്ക് ബുക്കിലൊക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. കൊള്ളാലോ, കള്ളത്തരത്തിൽ കൂടെയുള്ള പഠിപ്പിലായിരുന്നു അല്ലേ? അതെ. അപ്പോൾ ബബിത വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അലീനയുടെ അടുത്ത്. അവിടെ സുഖമല്ലേ ചേച്ചി, ആൻറ്റിക്കും അങ്കിളിനൊക്കെ? ഞാൻ ഒരു ദിവസം ചേച്ചിയുടെ അടുത്തേക്ക് വരണം, ചേച്ചിയുടെ കൂടെ 2 ദിവസം നിൽക്കണം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുക. ഇപ്പോൾ എക്സാം നടക്കുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനോട് സമ്മതം ചോദിച്ചിട്ട് ഞാൻ വരാട്ടോ എന്നൊക്കെ ബബിതയും പറയുന്നുണ്ട്. അപ്പോൾ അലീനയുടെ മുഖത്ത് ചെറിയൊരു വിഷമം കാണുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്തു പറ്റി? ചേച്ചി എന്തോ ടെൻഷനിലാണല്ലോ എന്ന് പറയുമ്പോൾ അലീന പറയാണ്, ടെൻഷനൊന്നുമില്ല മോളെ, പക്ഷേ ഞാനേ ഒരു വിഷമമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. വിഷമമുള്ള കാര്യമോ? ഇനിയും വിഷമങ്ങളൊന്നും പറയല്ലേ ചേച്ചി, വയ്യ, ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്. അങ്ങനെയല്ല എൻ്റെ കൊച്ചേ. അതെ, അമ്മ നിന്നോടാണല്ലോ എന്നെ വിളിക്കണമെന്നും സംസാരിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നീ അമ്മയുടെ അടുത്ത് പറയണം ചേച്ചിക്ക് അങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ലെന്നും ചേച്ചി അച്ഛൻ പറയുന്നത് പോലെ മാത്രമേ ചെയ്യത്തുള്ളൂ.
അച്ഛൻ എന്നാണോ അമ്മയുമായിട്ട് ചേച്ചിക്ക് ഒരടുപ്പമുണ്ടാവണമെന്ന് അച്ഛൻ പറയുന്നത് അന്ന് മാത്രമേ ചേച്ചി ഇനി അമ്മയോട് സംസാരിക്കുള്ളൂ എന്ന് നീ തീർത്ത് തന്നെ പറയണം. ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നീ എന്നെ വിളിക്കരുത്. അപ്പോൾ കൃഷ്ണമോൾക്കും അത് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ബബിത പറയുന്നുണ്ട്, ചേച്ചിയുടെ തീരുമാനം തന്നെയാണ് അല്ലെങ്കിലും കറക്റ്റ്. എന്നോ ഉപേക്ഷിച്ച് പോയി, അതിനുശേഷം കുടുംബത്തേക്ക് കയറി വരുന്നത് തൻ്റെ മകളാണെന്ന് പോലും മനസ്സിലാക്കാത്തൊരു സ്ത്രീയെ ചേച്ചി എന്തിനാണ് അവർക്ക് വിഷമുണ്ടാവുമെന്ന് പറയുമ്പോഴത്തേനും അവർക്കങ്ങ് ഫോൺ വിളിക്കാനും കൂട്ടു നിൽക്കാനൊക്കെ നിൽക്കുന്നത്? അതിനൊന്നും ആവശ്യമില്ല ചേച്ചി. ചേച്ചി ഈ വീട്ടിൽ കയറി വന്നപ്പോൾ അച്ഛനല്ലേ ചേച്ചിയെ സപ്പോർട്ട് ചെയ്തതും ചേച്ചിക്കൊരു താങ്ങും തണലുമായിട്ട് നിന്നതും? ചേച്ചിയുടെ തീരുമാനം തന്നെയാണ് ശരി. അപ്പോൾ അലീന കൃഷ്ണമോളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കൃഷ്ണമോൾ വല്ലാത്ത വിഷമത്തിലാണ്. അപ്പോൾ കൃഷ്ണമോളോട് ബബിത പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ചേച്ചിയെ കൂടി വിഷമിപ്പിക്കാനായിട്ട്. എടി, ചേച്ചിയുടെ ഏതെങ്കിലും തീരുമാനം തെറ്റായി വന്നിട്ടുണ്ടോ? ഇതും അങ്ങനെ തന്നെയാണ്. നീ ചുമ്മാ ചേച്ചിയെ വിഷമിപ്പിക്കരുത്. അമ്മയോട് നീ അത് മാത്രം പറഞ്ഞാൽ മതി. വേറൊന്നും നീ പറയുന്നില്ലല്ലോ. അമ്മയ്ക്കപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും. എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു തീരുമാനം തന്നെ ആയിരുന്നു മോളെ. പക്ഷേ ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്നറിയാൻ ഞാൻ പപ്പയോട് കൂടി സംസാരിച്ചപ്പോൾ പപ്പയും എന്നോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, എൻ്റെ തീരുമാനമാണ് ശരിയെന്ന്. അതുകൊണ്ടാണ് ചേച്ചി അങ്ങനെ പറഞ്ഞത്. മോളതിൽ വിഷമിക്കരുത് കേട്ടോ. ഇല്ല ചേച്ചി, എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ എല്ലാം ഇതോടുകൂടിയൊക്കെ ഒന്ന് ശരിയാവുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ. സാരില്ല. ഇല്ല മോളെ, അതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ശരിയാവുന്ന കാര്യങ്ങളൊന്നുമല്ല. അതിനൊക്കെ കുറച്ച് സമയമെടുക്കും. നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. അല്ല, അച്ഛനും അമ്മയൊക്കെ കിടന്നോ? മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ അച്ഛനെ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അച്ഛനപ്പോൾ ഷോപ്പിലായിരുന്നു. അച്ഛന് കറക്റ്റ് സമയത്ത് മെഡിസിനൊക്കെ കൊടുക്കുന്നില്ലേ കൃഷ്ണമോളെ നീ? ഓ, അതൊക്കെ കൊടുക്കുന്നുണ്ട്. ചേച്ചി പറഞ്ഞു തന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ചേച്ചി ഒന്നുകൊണ്ട് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞാനേ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. രോഹിത് വിളിച്ചായിരുന്നോ നിങ്ങളെ? ഇല്ല, രോഹിത്തേട്ടൻ എപ്പോഴും ഞങ്ങളെ അങ്ങനെ വിളിക്കാറൊന്നുമില്ല. എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ലടി, അവൻ നിങ്ങളെ വിളിക്കാറും സംസാരിക്കാറൊക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ടാ. ആണോ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, എന്ത് പ്രശ്നം ഉണ്ടാവാനാ അവിടെ അവൻ പഠിക്കാൻ പോയിരിക്കല്ലേ. നിങ്ങൾ എപ്പോഴും അവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയൊന്നും പ്രശ്നങ്ങളുണ്ടായി എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. അവനിപ്പോൾ വളരെ നല്ല കുട്ടി തന്നെയാണ്. അവൻ പഠിക്കണമെന്ന ചിന്തയുമായി മാത്രമാണ് ഇപ്പോൾ അവൻ നടക്കുന്നത്. നിങ്ങൾ രണ്ടാളും ഇനി പഴയതൊക്കെ ആലോചിച്ച് വെറുതെ ടെൻഷനൊന്നും അടിക്കാതെ രണ്ടാളും നല്ല കുട്ടികളായിട്ട് ഇരുന്ന് പഠിക്കാനൊക്കെ നോക്ക്. ചേച്ചി ഇപ്പോൾ തൽക്കാലം കോൾ കട്ട് ചെയ്യാണ്. നിങ്ങളെ ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന കോൾ കട്ട് ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുമായി ഉടൻ തന്നെ ചാനലിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ശുഭരാത്രി.